Good afternoon. Good afternoon, Miss. Good afternoon, ma'am. Good afternoon. Good afternoon. Good afternoon. Good afternoon, Miss. Good afternoon. Good afternoon, Miss. Good afternoon. ഭക്ഷണം കഴിച്ചെല്ലാരും കഴിച്ചു. മാം, ആ ഡിഫറെന്റ് മെക്കാനിസത്തിന്റെ ക്വസ്റ്റ്യൻ ഇല്ലേ, അതേപോലെ തന്നെയാണ് നമുക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് കുറച്ച് ടഫായിട്ട് തോന്നി. ആ സാരില്ല. അങ്ങനെ എനിക്ക് ക്വസ്റ്റ്യൻ വരുന്ന എക്സാമിന് ആയിരിക്കും കേട്ടോ. ഞാൻ പറഞ്ഞിരുന്നുള്ള എക്സാമ്പിൾ പോലെ ഇരിക്കും ഇല്ലേ? കൊറേ തവണ വായിച്ചിട്ടാണ് മനസ്സിലായത്. ആ കുറച്ച് ബുദ്ധിയൊക്കെ ഒന്ന് ഇങ്ങനെ എണ്ണങ്ങട്ടെ. ആകെ 14-ല് 7 മാർക്കാ കിട്ടിയത് ഫസ്റ്റ് തവണ ചെയ്തപ്പോ. പോട്ടെ സാരില്ല. എനിക്ക് 5. 5 താഴെ അടങ്ങിയിട്ടുണ്ടോ? ഓക്കെ കീർത്തി. ഇനി അങ്ങോട്ട് പോകുന്തോറും കുറച്ച് പാടുള്ള ചാപ്റ്റേഴ്സ് ആണ് കേട്ടോ സൈക്കോളജി. ഓക്കെ പ്രേയർ ആരാടാ? അറിയില്ല. ഞാൻ പറയാം മിസ് എന്നാ. പ്രേയർ സോങ് ആരാടാ? ഞാൻ പറയട്ടെ മിസ് എന്നാ പ്രയർ. Dear God, we pray for a heart that loves you. Grant us the strength to be respectful and loving in our word and actions. We thank you for the unique talents and abilities you have given each of us. Guide and protect all who learn, replacing fear with joy
anxiety with peace, tiredness with energy. Make this day joyful and bless our parents, teachers, friends, and who care for us. ഓക്കെ തോട്ട് ഓഫ് ദ ഡേ ആരാ? തോട്ട് ഓഫ് ദ ഡേ ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആരും പറയാത്തതുകൊണ്ടാണ് ഞാൻ പ്രെയർ പറഞ്ഞത്. മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നല്ലോ ഇപ്പൊ തോട്ട് ഓഫ് ദ ഡേ ഞാൻ അത് പറയാം. ഞാനായിരുന്നു. നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കണം കേട്ടോ. Thought of the day. The best and most beautiful things in the world cannot be seen or even touched. They must be felt with the heart. Helen Keller. ലോകത്തിലെ ഏറ്റവും മികച്ച സൗന്ദര്യവും മനോഹരവും മികച്ചതുമായ കാര്യങ്ങൾ കാണാനോ സ്പർശിക്കാനോ കഴിയില്ല. അവ ഹൃദയം കൊണ്ട് അനുഭവിക്കണം. അല്ലേ? അതെ. ഓക്കെ, ഗുഡ് ആഫ്റ്റർനൂൺ ടു ഓൾ. നമ്മള് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ആണ് എടുത്തുകൊണ്ടിരുന്നത് അല്ലേ? സ്റ്റേജസ് പറഞ്ഞു. സ്റ്റേജസ് പറഞ്ഞു. നെക്സ്റ്റ് വരുന്നത് ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ്. ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് പേജ് നമ്പർ 51. ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് എന്താണ്? ഭൗതിക വികസനം. ഭൗതിക വികസനം അല്ലെ? ബുദ്ധിപരമായിട്ടുള്ള വികസനം എങ്ങനെയാണ് കുട്ടികളിലെ ഏതൊരു കാലഘട്ടത്തിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? എങ്ങനെയാണ് അതിന്റെ സ്റ്റേജസ്? ഓക്കെ, കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റിനെ ഡിഫൈൻ ചെയ്തതുപോലെ തന്നെ ഇന്റലക്ച്വലി ഡെവലപ്മെന്റിനെ ജീൻ പിയാഷി ആണത് അതിന്റെ തിയറീസ് എന്താണ് ഫോം ചെയ്തിരിക്കുന്നത്, തയ്യാറാക്കപ്പെട്ടിരിക്കുന്നത് ജീൻ പിയാഷി ആണ്. അദ്ദേഹം ഒരു ബയോളജിസ്റ്റ് ആണ്. അദ്ദേഹം സൈക്കോളജിസ്റ്റ് അല്ല, അദ്ദേഹം ബയോളജിസ്റ്റ് ആണ്. എന്നിരുന്നാൽ കൂടി സൈക്കോളജിയിലാണ് അദ്ദേഹം കൂടുതൽ തിയറീസുകൾ കണ്ടക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അദ്ദേഹത്തിന്റെ തിയറി അനുസരിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത്. ഇവിടെ അദ്ദേഹത്തിന്റെ തിയറിയുടെ സ്റ്റെപ്പുകൾ കൊടുത്തിട്ടില്ല, എക്സ്ട്രാ ഞാനത് പറഞ്ഞു തരാം, നിങ്ങളപ്പോ നോട്ട് ചെയ്യാം. ഓക്കെ, intellectual development. During later childhood, children enter into Piaget's concrete operational stage of creative development. They begin to think logically but are unable to think in abstract terms. Children develop powers of observation, attention, reasoning, and abstract thinking. They can focus on more than one aspect of a situation and can universally experience what happens around them. During later childhood എന്താണ്? ലേറ്റർ ചൈൽഡ്ഹുഡ് നമ്മുടെ കുട്ടിക്കാലം അല്ലെ? കുട്ടിക്കാലത്തെ ആ ഒരു സ്റ്റേജിൽ അല്ലെ സൃഷ്ടിപരമായിട്ടാണ് പിയാഷെ അല്ലെ ഓപ്പറേഷൻ സ്റ്റേജ് എന്ന് പറഞ്ഞ സ്റ്റേജിനെ കുറിച്ച് അദ്ദേഹം അവിടെ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. എന്താണെന്ന് പറഞ്ഞു തരാം. അപ്പൊ എന്താണ് കുട്ടിക്കാലത്ത് പിയാഷെയുടെ ഒരു സൃഷ്ടിപരമായിട്ടൊരു സ്റ്റേജസിനെ കുറിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതായത് കുട്ടി തന്റെ ഒരു പ്രവർത്തന ഘട്ടത്തിലേക്ക് കടക്കുന്ന ഒരു കാലഘട്ടം. അതായത് ദേ ബിഗിൻ ടു തിങ്ക് ലോജിക്കലി, അവിടെ ലോജിക്കലി ആയിട്ട് തിങ്ക് ചെയ്യാൻ തുടങ്ങുന്ന ഒരു കാലഘട്ടം. അൺഎബിൾ ടു തിങ്ക് ഇൻ അബ്സ്ട്രാക്ട് ടേംസ്, എന്താണ് യുക്തിപരമായിട്ട് കുട്ടികള് ചിന്തിക്കാൻ തുടങ്ങുന്ന ഒരു കാലഘട്ടത്തെ കുറിച്ചാണ് അല്ലെ? യുക്തിപരമായി ചിന്തിക്കും. ഇന്റലക്ച്വലി അവർക്ക് ബുദ്ധിവികാസം ഉണ്ടാകുന്ന സമയത്താണ് എന്ത് ആ കുട്ടികളില് ചിന്ത രൂപപ്പെടുന്നത് അല്ലെ? ചിന്തിക്കാനുള്ള ഒരു കഴിവുണ്ടാവുന്നത് എങ്ങനെയാണ്? ഇന്റലക്ച്വലി ആയിട്ടുള്ള ഒരു പ്രക്രിയ അവിടെ അവരിൽ നടക്കുന്ന സമയത്താണ് അവര് എന്ത് ചെയ്യപ്പെടുന്നത്? ചിന്തിക്കാനായിട്ട് ആരംഭിക്കുന്നത്. അബ്സ്ട്രാക്ട് ആയിട്ടും ലോജിക്കലായിട്ട് അവര് യുക്തിപരമായി സ്വയം ചിന്തിക്കാനായിട്ട് ആരംഭിക്കുന്നത്. ഓക്കെ, ചിൽഡ്രൻ ഡെവലപ്പ് പവേഴ്സ് ഓഫ് ഒബ്സർവേഷൻ. ഇനി അവരില് ഇന്റലക്ച്വലി അവരുടെ ബുദ്ധി വികസിക്കുന്നത് എങ്ങനെയാണ്? എന്തൊക്കെ കാര്യങ്ങളിലൂടെയാണ്? ചിൽഡ്രൻ ഡെവലപ്പ് പവേഴ്സ് ഓഫ് ഒബ്സർവേഷൻ. എന്താണ് ഒബ്സർവേഷൻ? വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. ഒബ്സർവ് ചെയ്യുന്നു അല്ലെ? ചുറ്റുപാടും അവർ ഒബ്സർവ് ചെയ്തിട്ടാണ് ചുറ്റുമുള്ള കാര്യങ്ങൾ അവരെ കണ്ടെത്തി പഠിക്കുന്നത്. Then attention. Attention എന്താണ്? ശ്രദ്ധ. ശ്രദ്ധ. യെസ്.
ഒബ്സർവ് ചെയ്യുന്നു, ദെൻ അത് കൃത്യമായി എന്താണ് ഏതിനെയാണോ ഫോക്കസ് ചെയ്യുന്നതിൽ നല്ല കൃത്യമായ രീതിയിൽ ആൾക്ക് ശ്രദ്ധ കൊടുക്കാനായിട്ട് സാധിക്കുന്നു. ദെൻ റീസണിങ് ആൻഡ് അബ്സ്ട്രാക്ട് തിങ്കിങ്. എന്താണ് റീസണിങ് ആൻഡ് അബ്സ്ട്രാക്ട് തിങ്കിങ് എന്ന് പറഞ്ഞാല്? ചിന്തിക്കാനുള്ള, അബ്സ്ട്രാക്ട് ആയിട്ട് ചിന്തിക്കാനുള്ള. റീസൺ എന്ന് പറഞ്ഞാൽ എന്താണ്? അബ്സ്ട്രാക്ട് ആയിട്ട് യുക്തിപരമായിട്ട് കുട്ടിക്ക് ചിന്തിക്കാനായിട്ടുള്ളൊരു കഴിവും രൂപപ്പെടുന്നത് ഇന്റലക്ച്വലി ഡെവലപ്മെന്റ് ചെയ്യുന്ന സമയത്താണ്. ആൾ ഒബ്സർവ് ചെയ്യുന്നു, ദെൻ ആ ഒബ്സർവ് ചെയ്യുന്ന കാര്യങ്ങൾ നല്ല നിരീക്ഷണ പാഠവത്തോട് തന്നെ ആള് മനസ്സിലാക്കുന്നു, ദെൻ അതിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ ചിന്തിക്കാൻ ആരംഭിക്കുന്നു. ഓക്കെ, ചിന്ത വരുമ്പോഴാണ് നമ്മളുടെ ബുദ്ധി വികസിക്കുന്നത് അല്ലെ. ബുദ്ധിപരമായിട്ടുള്ള കാര്യങ്ങള് നമ്മുടെ തിങ്കിങ്ങിലൂടെയാണ് അല്ലെ. നമ്മൾ ചിന്തിച്ചാണ് ഓരോ കാര്യങ്ങളും കണ്ടെത്തുന്നത്. നേരെ കാണുന്ന കാഴ്ചകളാണെങ്കിൽ കൂടി എന്താണ്, നമ്മളൊരു കാഴ്ച കണ്ടു, ഒരു പൂവിനെ കണ്ടു, ആ പൂവിനെ ഒബ്സർവ് ചെയ്യുന്നു, അതിന്റെ ഫീച്ചേഴ്സുകളൊക്കെ നോക്കുന്നു, അതിനെക്കുറിച്ച് നമ്മളത് എന്താണ്, അതിന്റെ ആ ഒരു ഭംഗി ആസ്വദിക്കുന്നു, നമ്മളത് മനസ്സിലിട്ട് അതിനെക്കുറിച്ച് ആലോചിക്കുന്നു. കുട്ടികളിലെ ആ ഒരു ഘട്ടത്തില് അങ്ങനെയാണ് ആദ്യം എന്ത് വികസിക്കുന്നത്? ബുദ്ധിപരമായ ഒരു വികസനം ഉണ്ടാവുന്നത്. പെട്ടെന്ന് ഒരു ദിവസം പോയി ഒന്നും നമുക്ക് ഒരു പൂവിനെ കണ്ട് ഭംഗി ആസ്വദിക്കാനൊന്നും പറ്റില്ല അല്ലെ. അതിൻ്റെതായ ഒരു സ്റ്റേജസ് ഉണ്ട്. ആ ഒരു ഘട്ടത്തിൽ മാത്രമേ, ഘട്ടമായിട്ട് മാത്രമായിരിക്കും കുട്ടികളിൽ എന്തുണ്ടാവുന്നത്? വികസനങ്ങൾ ഉണ്ടാവുന്നത്. നമ്മൾ ആ 3 സ്റ്റേജസ് പഠിച്ചില്ലേ? കുട്ടി ഇമാജസ് കണ്ടുപിടിക്കുന്നതും സിംബോളിക് ആയിട്ട് പഠിക്കുന്നതും 3 സ്റ്റേജസ് പഠിച്ചു ഓർക്കുന്നില്ലേ? യെസ്. എന്താണ്? They can focus on more than one aspects of a situation. They can focus on more than one aspects of a situation and can universally experiences what happens around them. കുട്ടികൾ എങ്ങനെയാണ് അവരെ ചുറ്റുമുള്ള ചുറ്റുപാടുകൾ അവർ ഫോക്കസ് ചെയ്യപ്പെടുന്നു അല്ലെ. ആ ഒരു സിറ്റുവേഷൻ ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ കുട്ടികൾ എന്ത് ചെയ്യുന്നു? അവര് ഒന്നിലധികം വശങ്ങളിലേക്കാണ് അല്ലെ. ഒന്നിലധികം മോർ ദാൻ വൺ ആസ്പെക്ട്സ്, ഒന്നിലധികം ഒരു വശത്തെ മാത്രമല്ല കുട്ടികള് നിരീക്ഷിക്കുന്നത്, ഒന്നിലധികം ചുറ്റുപാടുകൾ നിരീക്ഷിക്കും അല്ലെ. കുട്ടികളുടെ നേച്ചർ അങ്ങനെയാണ്. അവർ സ്റ്റാർട്ട് ചെയ്തു വരുന്നത് അങ്ങനെയാണ്. ഒറ്റയടിക്ക് ഒരു സ്ഥലത്ത് മാത്രം, ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ മാത്രം ചിന്തിക്കാനുള്ള ശേഷി കുട്ടികളിൽ ഇല്ല അല്ലെ. അവര് ഒന്നിൽ കൂടുതൽ വശങ്ങളിലേക്കാണ് അവര് ശ്രദ്ധ കേന്ദ്രീകരിക്കപ്പെടുന്നത്. ഓക്കെ, അപ്പൊ എന്താണ്? അവർക്ക് ചുറ്റും സംഭവിക്കുന്ന സംഭവങ്ങൾ അവര് യൂണിവേഴ്സലി എക്സ്പീരിയൻസ് ചെയ്യപ്പെടുന്നു, സാർവത്രികമായിട്ട് അവര് അനുഭവിക്കുക. അവരുടെ ചുറ്റുപാടും എന്തെല്ലാമാണ് സംഭവിക്കുന്നത് എന്നവര് എന്താണ് ഒബ്സർവ് ചെയ്ത് അവരെല്ലാവരും ചുറ്റും അല്ലെ. ഒരു കാര്യത്തിൽ മാത്രമല്ല, ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ ഒരുപാട് അക്സെപ്റ്റ് ചെയ്യുന്നു. ദെൻ ആ ഒരു എക്സ്പീരിയൻസിലൂടെയാണ് കുട്ടികൾ പിന്നീട് അവരിൽ ഇന്റലക്ച്വലി ഡെവലപ്മെന്റ് ഉണ്ടാവുന്നത്. ഓക്കെ, എല്ലാ കാര്യങ്ങളും ഫസ്റ്റ് അവർ എന്താ ചെയ്യുന്നത്? ഒബ്സർവ് ചെയ്യുന്നതിൽ നിരീക്ഷിക്കും, ദെൻ അത് ആക്സെപ്റ്റ് ചെയ്യും. അത് വളരെ ശ്രദ്ധയോടെ നോക്കി പിന്നെ എന്താണ് അതിനെക്കുറിച്ച് ചിന്തിച്ചാണ് കുട്ടികള് ആ ഒരു ഇന്റലക്ച്വൽ ഡെവലപ്മെന്റിലേക്ക് കടക്കുന്നത്. ഓക്കെ, ഇനി മേജർ ഡെവലപ്മെന്റ് ചേഞ്ചസ് ഓഫ് കോഗ്നിറ്റീവ് എബിലിറ്റി ഡ്യൂറിംഗ് ദിസ് പീരീഡ്. അതായത് നമ്മുടെ ഇവിടെ പിയാഷെയുടെ കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ് എന്ന ഒരു സ്റ്റേജിനെ കുറിച്ച് കണ്ടോ നിങ്ങൾ ഫസ്റ്റ് പാരഗ്രാഫില്? എന്താണ് ഈ കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ് എന്ന് പറഞ്ഞാല്? കേട്ടിട്ടുണ്ടോ നിങ്ങള്? അതിനു മുമ്പ് എന്താണ് അറിയേണ്ടത്? ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് എന്താണെന്ന് അതിന്റെ ഡെഫിനേഷൻ നമ്മൾ പഠിക്കണം അല്ലെ. ഇവിടെ കൊടുത്തിട്ടില്ല. ഇതിന്റെ ഡെഫിനേഷൻ എന്താണ്? നോട്ട് ചെയ്യാം കേട്ടോ, നോട്ട് ചെയ്യാ. ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് എന്താണെന്നാണ് പറയുന്നത്, നോട്ട് ചെയ്യാ. According to Piaget, cognitive development, ഒന്നുകൂടെ പറഞ്ഞ മിസ്സേ. according to Piaget എന്നുള്ളത് PDF-ലുണ്ട്. PIAGETS, Piaget. ബയോളജിസ്റ്റിന്റെ പേരാണത് കേട്ടോ. അദ്ദേഹമാണ് ഇത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. Piaget. According to Piaget, cognitive development arises
cognitive development arises. A-R-I-S-E-S. A-R-I-S-E-S. Arises. As a result of the interaction between the individual and the world part, the world, W-O-R-L-D, world, Miss, interaction between? interaction between the individual and the world, interaction between individual and the world, and passes, P-A-S-S-E-S-S, passes through T-H-R-O-U-G-H, through T-H-R-O-U-G-H, through a series of sequential stages, S-E-Q-U-E-N-T-I-A-L, sequential stages, a series of sequential stages. According to Piaget, cognitive development arises as a result of the interaction between the individual and the world, and passes through a series of sequential stages. Ready? Yes, Miss. Yes. എന്താണ് പിയാഷെ പറയുന്നത്? അദ്ദേഹം പറയുന്നത് ചുരുക്കമായിട്ട് ഞാൻ പറഞ്ഞറിയാം. എന്താണ്? കുട്ടി തന്റെ ചുറ്റുപാടിലൂടെയാണ് അല്ലെ, അവൻ തന്റെ ചുറ്റുപാടുകളുമായിട്ട് ഇടപഴകുമ്പോഴാണ് അവനിൽ എന്തുണ്ടാവുന്നത്? വൈജ്ഞാനിക വികാസം ഉണ്ടാകുന്നത്. എന്താണ്? കുട്ടി തന്റെ ചുറ്റുപാടുകളോടുമായി ഇടപഴകുമ്പോഴാണ് കുട്ടിയിൽ എന്തുണ്ടാവുന്നത്? വൈജ്ഞാനിക വികാസം അഥവാ ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് ഉണ്ടാകുന്നത്. അപ്പോ വൈജ്ഞാനിക വികാസത്തിന് പ്രധാനമായും 4 സ്റ്റേജസ് ആണുള്ളത്. ഇന്റലക്ച്വൽ ഡെവലപ്മെന്റിന് പ്രധാനമായും 4 സ്റ്റേജസ് ആണുള്ളത്. എങ്ങനെയാണ് കുട്ടിയിൽ ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് ഉണ്ടാവുന്നത്? അവൻ തന്റെ ചുറ്റുപാടുകളുമായിട്ട് അല്ലെ, ഇവിടെ പറയുന്നുണ്ട് എന്താണ്? ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ദ ഇൻഡിവിജ്വൽ ആൻഡ് ദ വേൾഡ് അല്ലെ, അവൻ അവന്റെ ചുറ്റുപാടുകളുമായിട്ട് ഇടപഴകുമ്പോഴാണ് കുട്ടിയിൽ എന്തുണ്ടാവുന്നത്? വൈജ്ഞാനിക വികാസം, ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് ഉണ്ടാകുന്നത്. ഓക്കെ, ഡെഫിനിഷൻ ക്ലിയർ ആണോ? യെസ്. ഓക്കെ, ഇനി ആ 4 സ്റ്റേജസ് ഈ ഭൗതിക വിദ്യാഭ്യാസവും വൈജ്ഞാനിക വിദ്യാഭ്യാസവും സെയിം ആണോ? ഭൗതിക വിദ്യാഭ്യാസം വൈജ്ഞാനിക വിദ്യാഭ്യാസവും 2 ടേം ഒന്ന് തന്നെ കേട്ടോ. ഓക്കെ മിസ്. ഓക്കെ. ഓക്കെ, അപ്പൊ പിയാഷെ 4 സ്റ്റേജസിലൂടെയാണ് ആ ഒരു ഡെവലപ്മെന്റ് കുട്ടികളിൽ എന്താണ് ഭൗതിക വികാസം ഉണ്ടാവുന്നതെന്ന് വൈജ്ഞാനിക വികാസം ഉണ്ടാവുന്നതെന്ന് പറയുന്നത്. ആ 4 സ്റ്റേജസ് ഏതൊക്കെയാണ്? ഫസ്റ്റ് സ്റ്റേജസ് സെൻസറി മോട്ടോർ സ്റ്റേജ്, ഞാൻ പറഞ്ഞുതരാം. സെൻസറി മോട്ടോർ സ്റ്റേജ്, ദെൻ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്, കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് ആൻഡ് ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. നമുക്ക് പഠിക്കാൻ വന്നിരിക്കുന്നത് കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജിനെ കുറിച്ച് മാത്രമാണ്. പക്ഷെ
അത് മാത്രം പഠിച്ചിട്ട് കാര്യമില്ല, അതുകൊണ്ടാണ് 4 സ്റ്റേജസും പറഞ്ഞു തരുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ മേജർ സ്റ്റേജസ് ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് നോട്ട് ചെയ്യാം കേട്ടോ. മേജർ സ്റ്റേജസ് ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യം മാത്രം നിങ്ങൾ നോട്ട് ചെയ്താൽ മതി. ഞാൻ പറയുന്നത് അതുപോലെ തന്നെ എഴുതിയെടുക്കണ്ട കേട്ടോ. നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യുന്നത് പോലെ നിങ്ങൾ ഷോർട്ട് നോട്ട് ആയിട്ട് രേഖപ്പെടുത്താം. ഓക്കെ ടീച്ചറേ, ആ ഇന്റലക്ച്വൽ ഡെവലപ്മെന്റിന്റെ 4 സ്റ്റേജസ് അല്ലേ ഇനി പറയുന്നത്? ആ. എനിക്ക് ക്ലിയർ അതെ അല്ലേ? അതെ ആ പറയാൻ പോകുന്നത്. അതിൽ ഇവിടെ നമ്മൾ PDF-ല് ഒരു സ്റ്റേജ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അതെ നോക്കി, കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ് മാത്രം ഇവിടെ കൊടുത്തിട്ടുള്ളൂ അല്ലേ. അപ്പൊ ആ ഒരു സ്റ്റേജിൽ മാത്രം നിങ്ങൾക്ക് പറഞ്ഞു തന്നാൽ മനസ്സിലാവില്ല. ബാക്കിയുള്ള 4 സ്റ്റേജസും കൂടി അറിഞ്ഞാലേ നിങ്ങൾക്ക് അതിലേക്ക് എത്താൻ സാധിക്കും. ഓക്കെ, അപ്പൊ ഫസ്റ്റ് സ്റ്റേജ് ആണ് സെൻസറി മോട്ടോർ സ്റ്റേജ്. സെൻസറി മോട്ടോർ സ്റ്റേജ് 0 to 2 years. പറയാം നോട്ട് ചെയ്തോളൂ. സെൻസറി മോട്ടോർ സ്റ്റേജ്. ഞാൻ നിങ്ങൾക്ക് വെറുതെ നോട്ട് തന്നു പോയിട്ട് കാര്യമില്ല, അതുകൊണ്ടാണ് പറഞ്ഞു തന്നത് കേട്ടോ. സെൻസറി മോട്ടോർ സ്റ്റേജ് ജനനം മുതൽ 2 വയസ്സുള്ള ഒരു കാലഘട്ടത്തെയാണ് ആദ്യത്തെ സ്റ്റേജ് ആയിട്ട് അദ്ദേഹം കണക്കാക്കുന്നത്. സെൻസറി മോട്ടോർ സ്റ്റേജ്. ഇന്ദ്രിയ ചാലഘട്ടം. ഇന്ദ്രിയ ചാലഘട്ടം, ആ പേരിൽ നിന്ന് തന്നെ ആ സെൻസറി മോട്ടോർ സ്റ്റേജ് എന്താണെന്നൊന്നും നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. സെൻസറി മോട്ടോർ സ്റ്റേജ് എന്താണ്? ഇന്ദ്രിയ ചാലഘട്ടം. 0 to 2 years. 0 മുതൽ 2 വയസ്സുള്ള ഒരു കാലഘട്ടം. ജനനം മുതൽ 2 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ കുട്ടികളിൽ ഉണ്ടാകുന്ന വികസനത്തിന്, ഇന്റലക്ച്വലി ഉണ്ടാകുന്ന വ്യത്യാസങ്ങളെ കുറിച്ചാണ് ആ ഒരു സ്റ്റേജിൽ, ആ ഒരു കാലഘട്ടത്തിൽ ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, സെൻസറി മോട്ടോർ എന്ന് പറയുമ്പോൾ, സെൻസറി എന്ന് പറയുമ്പോൾ തന്നെ എന്തായിരിക്കും നിങ്ങൾക്ക് മനസ്സിലാവുന്നത്? കുട്ടികളെ സെൻസ് ഡെവലപ്പ് ചെയ്യുന്ന അതാണ്. ആ പറഞ്ഞോ, ശരിയാണ്. എന്തോ സെൻസ് ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് തിരിച്ചറിയാൻ പറ്റുന്ന കാലഘട്ടങ്ങൾ അല്ലേ? കാണുക, കേൾക്കുക. അതായത് 4 മാസമുള്ള കുട്ടികളെ ഒന്ന് ആലോചിച്ച് നോക്കാം. 4 മാസം പ്രായമുള്ള കുട്ടികൾ അവരെങ്ങനെയാണ്? അവരുടെ പ്രവർത്തനങ്ങൾ ഫസ്റ്റ് എന്താണ്? ആക്ഷൻസ് ഒക്കെ പതിയെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു കാലഘട്ടം അല്ലേ? റിഫ്ലക്സ് പ്രവർത്തനങ്ങൾ, അവരുടെ കൈകാലുകൾ, മോട്ടോർ ആക്ടിവിറ്റീസ് ഒക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ആദ്യ ഘട്ടമാണ് അല്ലെ? സെൻസറി മോട്ടോർ സ്റ്റേജിൽ ഒരു ആദ്യ ഘട്ടമാണത്. അതുപോലെ തന്നെ എന്താണ്? ഒബ്ജക്റ്റ് പെർമനൻസ്. ഒബ്ജക്റ്റുകൾ തിരിച്ചറിയാൻ കഴിയുന്നത്. ഒബ്ജക്റ്റ് എന്താണ്? വസ്തുക്കൾ അല്ലെ? ഏതെങ്കിലും തരത്തിലുള്ള ബോള്, പൂവ്, പാവ, അതിനൊക്കെ തിരിച്ചറിയാൻ പറ്റുന്ന ഒരു കാലഘട്ടമാണ് എന്ത്? സെൻസറി മോട്ടോർ സ്റ്റേജ് എന്ന് പറയുന്നത്. എക്സാമ്പിളിലൂടെ പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ കേട്ടോ, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഇപ്പൊ ബോള് കണ്ടാല് കുഞ്ഞിനത് ബോളാണെന്ന് തിരിച്ചറിയുന്ന ഒരു സമയം അല്ലെ? 2 വയസ്സാവുന്ന കുട്ടികൾക്ക് എന്താണ്? ബോളൊക്കെ തിരിച്ചറിയാനായിട്ട് വ്യക്തമായിട്ട് സാധിക്കില്ലേ? ഇല്ലേ? സാധിക്കും. യെസ്. ഓക്കെ, അത് ഇപ്പൊ ഒരു ബോൾ ഒരു തുണി കൊണ്ട് മൂടി വെച്ചിരിക്കാന്ന് വിചാരിക്കാം. എക്സാമ്പിൾ പറയാൻ, ബോള് തുണി കൊണ്ട് മൂടി വെച്ചിരിക്കാം. പക്ഷെ കുട്ടിക്കറിയാം എന്താ? ആ തുണിയുടെ അടിയിൽ എന്തുണ്ട്? ബോൾ ഉണ്ടെന്ന്. അതിന്റെ ആ ഒബ്ജക്റ്റ്, ആ പുറമേ ഉള്ള ആ ഒരു ഷേപ്പ് ഒക്കെ കണ്ടിട്ട് കുഞ്ഞിന് മനസ്സിലാവും അതിന്റെ അടിയിൽ ബോളാണുള്ളതെന്ന് കുഞ്ഞിന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സമയം. അതൊക്കെ അവിടെ എന്താണ്? നമുക്ക് ഇന്റലക്ച്വലി അവർക്ക് അവിടെ പ്രോസസ്സിംഗ് നടക്കുന്നതാണ് കേട്ടോ. അത് ആ കാലഘട്ടത്തിൽ മാത്രമാണ് ആ ഒരു സ്റ്റേജസ് ഡെവലപ്പ് ചെയ്യുന്നത്. കുഞ്ഞിനറിയാം ഒബ്ജക്റ്റ് എവിടെയാണ്. ഒബ്ജക്ട് പെർമനൻസ് എന്ന് പറഞ്ഞതാണ് ആ ഒരു ബോള് ആ തുണിയുടെ അടിയിലുണ്ടെന്ന് കുട്ടിക്ക് കൃത്യമായിട്ട് മനസ്സിലാകുന്ന ആ ഒരു സ്റ്റേജസ്. ഓക്കെ, പിന്നെ എന്താണ്? റിഫ്ലക്സ് പ്രവർത്തനങ്ങൾ, ആക്ഷൻസുകളൊക്കെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു പ്രായം എന്ന് പറയുന്നത് ഏതാണ്? ഈ സെൻസറി മോട്ടോർ സ്റ്റേജിലാണ് കുട്ടികളില് ആക്ഷൻസുകൾ, ആക്ടിവിറ്റീസ് ഒക്കെ ഫോം ചെയ്യപ്പെടുന്നത് സെൻസറി മോട്ടോർ സ്റ്റേജസിലാണ്. ഓക്കെ, ഓക്കെ ആണോ? സെൻസറി മോട്ടോർ സ്റ്റേജ് അത്രയും മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. സെക്കൻഡ് സ്റ്റേജ് ആണ് എന്ത്? പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്. പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് രണ്ടാമത്തെ ഘട്ടമാണ് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്. അപ്പൊ അത് ഏത് വയസ്സ് മുതൽ ഏത് വയസ്സ് വരെ ആയിരിക്കാം? 2 വയസ്സ് മുതൽ എത്ര വയസ്സ് വരെ? 4 ആണോ?
2 വയസ്സ് മുതൽ 6 ആണോ? 8 വയസ്സ് മുതൽ 7 വയസ്സ് വരെയുള്ള കാലഘട്ടം 2 to 7 years. 2 വയസ്സ് മുതൽ 7 വയസ്സ് വരെയുള്ള കാലഘട്ടമാണ് എന്ത്? പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്. മലയാളത്തില് പ്രീ ഓപ്പറേഷണൽ എന്താണ്? പ്രീ ഓപ്പറേഷണലോ? പ്രീ ഓപ്പറേഷണൽ PRE ഒരു ഹൈഫൺ ഇടാ OPRATIANOL സ്റ്റേജ്. പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്. അത് എത്ര വയസ്സ് വരെയാണ്? 2 to 7 years. 2 വയസ്സ് മുതൽ 7 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ കുട്ടികളിൽ ഉണ്ടാവുന്ന ഇന്റലക്ച്വൽ ആയിട്ടുള്ള ഡെവലപ്മെന്റ് എങ്ങനെയാണ്? അതിന്റെ മലയാളം കൂടി ഒന്ന് പറഞ്ഞു തന്നെ. പറഞ്ഞപ്പോഴത്തേക്കിന് ക്ലിയർ ആയില്ലായിരുന്നു. പ്രീ ഓപ്പറേഷൻ സ്റ്റേജ് എന്ന് പറഞ്ഞാല് പ്രാക് മനോവ്യാപാര ഘട്ടം. എന്താ? പ്രാഗ് എന്നാണ് പറയുന്നത് മലയാളത്തിൽ കേട്ടോ. പ്രാഗ് ഇത് മുന്നേ എന്നുള്ള മീനിങ് കേട്ടോ. പ്രാക് മനോവ്യാപാര ഘട്ടം. നിങ്ങൾക്ക് പാടാണെങ്കിൽ അത് പഠിക്കണ്ട. പ്രീ ഓപ്പറേഷൻ സ്റ്റേജ് തന്നെ പഠിച്ചാൽ മതി കേട്ടോ. മലയാളം പഠിക്കണ്ട, അറിഞ്ഞിരുന്നാ മതി. പ്രാക് മനോവ്യാപാര ഘട്ടം പ്രീ ഓപ്പറേഷൻ സ്റ്റേജ് 2 വയസ്സ് മുതൽ 7 വയസ്സ് വരെയുള്ള കാലഘട്ടത്തില് എന്തൊക്കെ ഇന്റലക്ച്വലി ഡെവലപ്മെന്റ് ആണ് കുട്ടികളിൽ ഉണ്ടാവുന്നത്? അവിടെയാണ് നമ്മൾ ആ സിംബോളിക് സ്റ്റേജ് ഒക്കെ പഠിച്ചു ഓർക്കുന്നുണ്ടോ നിങ്ങള്? സിംബോളിക് സ്റ്റേജ് പിയാഷയുടെ ഒന്നും പഠിച്ചിട്ടില്ല കേട്ടോ, ഒന്നും ഓർമ്മയില്ലായിരിക്കും. ജെറോം സ്പൂണറിന്റെ അല്ലായിരുന്നു? അതായത് സ്റ്റാർട്ട് ചെയ്യുന്ന കാലഘട്ടം അല്ലെ? കുട്ടികൾ ഓരോ വാക്കുകൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു സമയമാണ് എന്താ? 2 to 7 years വരെയുള്ള ഒരു കാലഘട്ടത്തില് വൊക്കാബുലറി സ്റ്റാർട്ട് ചെയ്യുന്നു. സിംബോളിക് ആയിട്ടുള്ള ആക്ടിവിറ്റീസുകൾ ഉണ്ടാകുന്നു. മെന്റൽ ഇമാജസ്, ഒരു പൂച്ചയുടെ ചിത്രം, പൂച്ച എന്ന് പറഞ്ഞാല് പൂച്ചേനെ മനസ്സിലാക്കാൻ, പൂച്ചയുടെ ഇമാജ് മനസ്സിൽ കൊണ്ടുവരാൻ പറ്റുന്ന ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഏതാണ്? 2 വയസ്സ് മുതൽ 7 വയസ്സ് വരെയുള്ള ഒരു പ്രീ ഓപ്പറേഷണൽ സ്റ്റേജിലാണ് കുട്ടികളിൽ അത്തരത്തിലുള്ള വികസനങ്ങൾ ഉണ്ടാകുന്നത് അല്ലെ? ഒരു ഇമാജസ് കണ്ട് മനസ്സിലാക്കാനും, അല്ലെങ്കിൽ ആ ഒരു ഒബ്ജക്റ്റിന്റെ പേര് പറഞ്ഞാലും, പൂവ് എന്ന് പറഞ്ഞാല് പൂവിനെ തൊട്ട് കാണിക്കാനോ, അല്ലെങ്കിൽ പൂവ് എന്ന് പറയുമ്പോൾ കുഞ്ഞിനത് പൂവാണെന്ന് മനസ്സിലാക്കാനുള്ളൊരു ആ ഒരു കാലഘട്ടം, ആ ഒരു ഡെവലപ്മെന്റ് നടക്കുന്നത് എപ്പോഴാണ്? പ്രീ ഓപ്പറേഷണൽ സ്റ്റേജിലാണ് കുട്ടിയിൽ അത്തരത്തില് ഇന്റലക്ച്വൽ വികസനം ഉണ്ടാകുന്നത്. പിന്നെന്താണ്? കുഞ്ഞ് സംസാരിക്കുന്നു അല്ലെ? വൊക്കാബുലറി പറയുന്നു, വിവിധ തരത്തിലുള്ള വാക്കുകൾ കുഞ്ഞ് പറയുന്നു, ഒരുപാട് സംസാരിക്കുന്നു. അതൊക്കെ ഏത് സ്റ്റേജസ് ആണ്? ഈ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജിലാണ് കുട്ടിയിൽ അത്തരത്തിലുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജിന്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്? കുട്ടികളിലെ വൊക്കാബുലറി സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് അല്ലെ? ലാംഗ്വേജ് ഡെവലപ്മെന്റ് ഉണ്ടാകുന്നു, അതാണ് നോട്ട് ചെയ്യുന്നത്. സെക്കൻഡ് സ്റ്റേജിൽ എന്താണ്? ലാംഗ്വേജ് ഡെവലപ്മെന്റ്, ഭാഷാ വികസനം ഉണ്ടാകുന്നു. ദെൻ സിംബോളിക് ആക്ടിവിറ്റീസ് അല്ലെ? സിംബൽസുകള് കണ്ട് അത് ഇമാജസ് ഏതൊക്കെയാണെന്ന് കൃത്യമായി തിരഞ്ഞെടുക്കാനും കണ്ട് മനസ്സിലാക്കാനൊക്കെ കുഞ്ഞിന് സാധിക്കുന്ന ഘട്ടമാണ് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്. എന്താണ്? ലാംഗ്വേജ് ഡെവലപ്മെന്റ്, ഭാഷാ വികസനം ഉണ്ടാകുന്നു. ഏത് സ്റ്റേജിലാണ് ഭാഷാ വികസനം ഉണ്ടാകുന്നത്? അപ്പൊ ക്വസ്റ്റ്യൻസ് വരുമ്പോ എങ്ങനെയായിരിക്കും? പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്. അപ്പൊ ക്വസ്റ്റ്യൻ വരുമ്പോ എങ്ങനെയായിരിക്കും? ലാംഗ്വേജ് ഡെവലപ്മെന്റ് പിയാഷയുടെ തിയറിയിൽ ഏത് ഘട്ടത്തിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് അതായിരിക്കും ചോദ്യം വരുന്നത്. അങ്ങനെയായിരിക്കും ചോദ്യം വരുന്നത് കേട്ടോ. അപ്പൊ ഏത് സ്റ്റേജിലാണ്? അപ്പൊ ഈ സ്റ്റേജസ് എല്ലാം കൊടുക്കും. അപ്പൊ നമുക്ക് കൺഫ്യൂഷൻ ആവും. അപ്പൊ എല്ലാ സ്റ്റേജ് അറിഞ്ഞിരുന്നാൽ മാത്രമേ കൃത്യമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ലാംഗ്വേജ് ഡെവലപ്മെന്റും സിംബോളിക് ആക്ടിവിറ്റിയും മെന്റൽ ഇമാജിംഗ് ഒക്കെ നടക്കുന്ന കാലഘട്ടമാണ് ഏത്? പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്. ഏത് വയസ്സ് മുതൽ ഏത് വയസ്സ് വരെയുള്ള കാലഘട്ടമാണ്? 2 to 7. 2 to 7. 7 വയസ്സ് വരെ കാലഘട്ടം. ഓക്കെ, ഈ സ്റ്റേജിന് മറ്റൊരു പ്രത്യേകതയാണ് എന്ത്? അനീമിസം. കേട്ടിട്ടുണ്ടോ? അനീമിസം. എന്താണ് അനീമിസം? ആ വാക്ക് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇല്ല. പക്ഷെ നമ്മളത് കണ്ടിട്ടുണ്ട്. വാക്ക് കേട്ടിട്ടില്ല, നമ്മള് റിയാലിറ്റിയിൽ കണ്ടിട്ടുണ്ട്. അതായത് ജീവനില്ലാത്ത വസ്തുക്കൾക്ക് ജീവൻ ഉണ്ടെന്നുള്ള സങ്കല്പം
അല്ലെ? കുട്ടികൾ എന്താണ് ഇപ്പൊ പാവേനെ കാണുമ്പോ പാവയ്ക്ക് ജീവൻ ഉണ്ടെന്നാണ് കുഞ്ഞിന്റെ വിചാരം, അല്ലെ? അതായത് ജീവനില്ലാത്ത റിമോട്ട്, സ്പൂണ്, TV, അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലുള്ള തലയോണ, ബെഡ് കവറ് എല്ലാത്തിനും ജീവൻ ഉണ്ടെന്നുള്ള ഒരു തോന്നലാണ് കുട്ടികൾക്ക് ഉണ്ടാവുന്നത്, അല്ലെ? അവർ കളിക്കുമ്പോ കണ്ടിട്ടില്ലേ, അതിനൊക്കെ ജീവനുള്ള പോലെയാണ് അവർ കളിക്കുന്നത്, അവരോട് സംസാരിക്കുന്നത്. പാവയോടൊക്കെ സംസാരിക്കുന്നത് കണ്ടിട്ടില്ലേ നമ്മള്? എപ്പോഴും ചെയ്യും കുട്ടികൾ സംസാരിച്ചുകൊണ്ടിരിക്കും കളിക്കുമ്പോ. കുട്ടിക്ക് അറിയില്ല ജീവനും ജീവനില്ലാത്തതിനൊന്നും തിരിച്ചറിയാനായിട്ട് തുടങ്ങുന്നേ ഉള്ളൂ, അല്ലേ? അപ്പൊ ഈ ഒരു സ്റ്റേജിലാണ് അനീമിസം എന്നുള്ളൊരു കാറ്റഗറി സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് ജീവനില്ലാത്ത വസ്തുക്കൾക്കും ജീവനുണ്ടെന്ന രീതിയിൽ കുട്ടികൾ ബിഹേവ് ചെയ്യുന്നു. പാവയോട് സംസാരിക്കുന്നു, പാവയുടെ കൂടെ ഇരുന്ന് കളിക്കുന്നു, അല്ലെ? നിങ്ങൾ ഇനി നിങ്ങളുടെ കുട്ടികളൊന്നും ശ്രദ്ധിച്ചാൽ മതി, ആ ഒരു പ്രായമുള്ള കുട്ടികളാണെങ്കിൽ. ഇത് 2 വയസ്സ് ജീവനില്ലാന്ന് അറിയാം, എന്നാലും അവര് വീണ് പോയാലോ ഒക്കെ വേഗവും എന്തെങ്കിലും വേദന ആയോ എന്നൊക്കെ ചോദിച്ച് വേഗം എടുക്കും. ജീവനില്ലാന്നറിയാം, ഇത് എന്നോട് പറയും ചെയ്യും ജീവനില്ലാന്ന്. പക്ഷെ എന്നെ പറ്റിക്കുകയാണെങ്കിൽ ഭയങ്കര ടെൻഷനാണ്. ജീവനില്ലാത്തതിനെ ജീവനുള്ള വസ്തുവായിട്ട് കാണുന്ന ഒരു സ്റ്റേജ് എന്ന് പറയുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഏത് സ്റ്റേജിലാണ്? പ്രീ ഓപ്പറേഷൻ സ്റ്റേജിലാണ്. അനീമിസം, ANIMISIM, അനീമിസം, ANIMISIM, അനീമിസം. അനീമിസം ഡെവലപ്പ് ചെയ്യുന്നത് ഏത് സ്റ്റേജിലാണെന്ന് എനിക്ക് ക്വസ്റ്റ്യൻ. അപ്പൊ ഏതാണ്? പ്രീ ഓപ്പറേഷൻ സ്റ്റേജ്. ഏതൊക്കെയാണ് പ്രീ ഓപ്പറേഷൻ സ്റ്റേജിൽ ഉണ്ടാവുന്ന വ്യത്യാസങ്ങള്? സിംബോളിക് ലാംഗ്വേജ് ഡെവലപ്മെന്റ്, അനിമിസം. പിന്നെന്താണ് ഒരു കാര്യം കൂടി പറഞ്ഞല്ലോ, മെന്റൽ ഇമാജസ്. അതന്നെ, യെസ്, സിംബോളിക് ആക്ടിവിറ്റി പറഞ്ഞാൽ എന്താ? മെന്റൽ ഇമാജസ് കണ്ടു മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ 2 വയസ്സ് മുതൽ 7 വയസ്സ് വരെയുള്ള ഒരു കാലഘട്ടത്തിലാണ് ഇത്തരത്തിലുള്ള ഭൗതിക വികാസം കുട്ടികളിൽ ഉണ്ടാകുന്നത്. ഇനി മൂന്നാമത്തെ സ്റ്റേജാണ് നമുക്ക് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്താണ്? കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ്. നമ്മുടെ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്നതാണ് എന്ത്? കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ്. എന്താണ്? കോൺക്രീറ്റ് മൂർത്ത മനോവ്യാപാരഘട്ടം. കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ് മൂന്നാമത്തെ സ്റ്റേജ് ആണ്. കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ്. ഫസ്റ്റ് എന്താണ്? സെൻസറി മോട്ടോർ സ്റ്റേജ്, പ്രീ ഓപ്പറേഷൻ സ്റ്റേജ്, മൂന്നാമത്തത് കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ്. മിസ്, ഞാൻ ഇടക്ക് വെച്ച് കേറിയതാണ്, ഇതൊന്നും ടെക്സ്റ്റിൽ കാണുന്നില്ലല്ലോ. ടെക്സ്റ്റിലില്ല കേട്ടോ. ആ തിയറി ഇവിടെ കൊടുത്തിട്ടില്ല. ഇവിടെ ഒരു പോയിന്റ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. പക്ഷെ നിങ്ങൾ ആ ഒരു പോയിന്റ് മാത്രം പഠിക്കണ്ട, ഒന്ന് കുറച്ച് വിശദീകരിച്ച് പഠിച്ചോട്ടെ എന്ന് ഓർത്താണ് തിയറി മുഴുവനായിട്ട് പഠിപ്പിച്ചത്. നമ്മളിവിടെ 2 സ്റ്റേജസ് പറഞ്ഞത് കേട്ടായിരുന്നോ? അതൊക്കെ കേട്ടു. സ്റ്റേജിൽ തുടങ്ങുമ്പോ വന്നു. പിയാഷയുടെ തിയറിയിലെ ഒരു സ്റ്റേജ് മാത്രമേ നമുക്ക് ഇവിടെ കൊടുത്തിട്ടുള്ളൂ. അപ്പൊ കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ് എന്താണ്? മൂർത്ത മനോവ്യാപാരഘട്ടം. ഏത് കാലഘട്ടം മുതൽ ഏത് കാലഘട്ടം വരെയായിരിക്കും ഇത്? ഏത് കാലഘട്ടം വരെയായിരിക്കും? നമ്മളെ പ്രീ ഓപ്പറേഷൻ സ്റ്റേജ് 7 years to 11 years അല്ലെ? 7 to 11 വരെ, 7 വയസ്സ് മുതൽ 11 വയസ്സ് വരെ കാലഘട്ടം കേട്ടോ. 7 to 11 years. കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ് എന്ന് പറയുന്നത് 7 to 11 years. ഓക്കെ. യെസ്, ഈ ഒരു കാലഘട്ടത്തിലാണ് കുട്ടിയിൽ എന്തുണ്ടാവുന്നത്? നമ്മൾ ആദ്യമേ പറഞ്ഞു എന്തുണ്ടാവുന്നു? ലോജിക്കൽ തിങ്കിങ് ഉണ്ടാവുന്നു, അല്ലെ? യുക്തിചിന്തകൾ ആരംഭിക്കുന്നത്, അല്ലെ? യുക്തിചിന്ത ആരംഭിക്കുന്ന കാലഘട്ടമാണ് കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ്. അങ്ങനെ ലോജിക്കലി തിങ്കിങ് എമേർജ് ചെയ്യുന്ന കാലഘട്ടമാണ് എന്ത്? ആദ്യമായിട്ട് യുക്തിചിന്ത രൂപപ്പെടുന്ന കാലഘട്ടമാണ് കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, 7 വയസ്സ് മുതൽ 11 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിലാണ് കുട്ടികളിലെ യുക്തിപരമായിട്ട് അവരെ ചിന്തിക്കാനായിട്ട് ആരംഭിക്കുന്നത്. അതായത് ഇൻഡക്റ്റീവായിട്ടും ഡിഡക്റ്റീവായിട്ടും റീസൺ ചെയ്യുന്നു. ഇൻഡക്റ്റീവായിട്ടും ഡിഡക്റ്റീവായിട്ടും എന്ന് പറഞ്ഞാൽ എന്താണ്?
അതായത് യുക്തിപരമായിട്ട് ചിന്തിക്കുവാനും അതിന്റെ അർത്ഥം മനസ്സിലാക്കാനൊക്കെ തുടങ്ങുന്ന കാലഘട്ടമാണ്. കുട്ടികളിൽ ചിന്ത രൂപപ്പെടുന്നു അല്ലെ. അത് എങ്ങനെ ചിന്തിക്കണം, ഏത് രൂപത്തിൽ ചിന്തിക്കണം എന്നൊക്കെ അതിന്റെ അർത്ഥം മനസ്സിലാക്കി എങ്ങനെ പെരുമാറണം എന്നൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് എന്ത് 7 വയസ്സ് മുതൽ 11 വയസ്സ് വരെയുള്ള ഒരു കാലഘട്ടത്തില്. അതായത് കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജിലാണ് ലോജിക്കൽ തിങ്കിങ് കുട്ടികളില് സ്റ്റാർട്ട് ചെയ്യുന്നത്. ലോജിക്കൽ തിങ്കിങ് എന്താണ്? യുക്തിചിന്ത. ഓരോ വസ്തുക്കൾ കണ്ട് മനസ്സിലാക്കി അതിനുശേഷം എന്താണ് അടുത്ത സ്റ്റേജിൽ എത്തുന്ന കുട്ടികളില് അത് യുക്തിപരമായിട്ട് ചിന്തിക്കാനായിട്ട് ഓരോന്നിന്റെ അർത്ഥം അറിഞ്ഞ് മനസ്സിലാക്കാനായിട്ട് കുട്ടികൾ ആരംഭിക്കുന്നു. യുക്തിപരമായി ചിന്തിക്കുവാനും അതിന്റെ അർത്ഥം മനസ്സിലാക്കി പെരുമാറാനും സാധിക്കുന്ന ഒരു കാലഘട്ടമാണ് എന്ത് 7 വയസ്സ് മുതൽ 11 വയസ്സ് വരെയുള്ള കാലഘട്ടം. ആ പ്രായത്തിലുള്ള കുട്ടികൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അതൊന്ന് ആലോചിച്ചാൽ മതി. എക്സാമ്പിൾ ആയിട്ട് നമ്മുടെ കുട്ടികളെ തന്നെ ആലോചിക്കുക. അവരെങ്ങനെയാണ് ചിന്തിക്കുന്നത്? 5 വയസ്സ് വരെയുള്ള ഒരു കാലഘട്ടത്തിലെ പെരുമാറ്റമാണോ കുഞ്ഞിന് പിന്നീട് 7 വയസ്സ് മുതൽ 11 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ ഉണ്ടാകുന്നത്? ഇല്ല. ഓരോ സ്റ്റേജസിൽ ഒന്നാണ് കുട്ടിയിലെ ഡെവലപ്മെന്റ്സ് ഉണ്ടായിരിക്കുന്നത്. ഭൗതിക വികാസം സംഭവിച്ച് കുട്ടിയുടെ ബുദ്ധി വളർന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ. ബുദ്ധിപരമായി ചിന്തിക്കാനും പ്രവർത്തിക്കാനും കുഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് എന്ത് 7 വയസ്സ് മുതൽ 11 വയസ്സ് വരെയുള്ള ഒരു കാലഘട്ടം. ഓക്കെ. എന്താണ് ലോജിക്കൽ തിങ്കിങ് ഉണ്ടാവുന്നു. പിന്നെന്താണ് ഇൻഡക്റ്റീവ് ഡിഡക്റ്റീവ് റീസണിങ്. ഒരു കാര്യം അർത്ഥപൂർവമായി മനസ്സിലാക്കി പെരുമാറാനായിട്ട് ഒരു കാര്യത്തിന്റെ അർത്ഥം മനസ്സിലാക്കാനായിട്ട് കുഞ്ഞിന് സാധിക്കുന്ന ഒരു പ്രായമാണ് എന്ത് 7 to 11 years എന്ന് പറഞ്ഞ കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ്. ഓക്കെ. Then understanding the purpose of conservation. അടുത്ത പോയിന്റ് എന്താണ്? അണ്ടർസ്റ്റാൻഡിങ് ദ പ്രിൻസിപ്പിൾസ് ഓഫ് കൺസർവേഷൻ. അതായത് എന്താണ്? കൺസർവേഷൻ ഓഫ് നമ്പർ അല്ലെ, നമ്പേഴ്സുകൾ തിരിച്ചറിയാൻ. Then conservation of വോളിയം, വ്യാപ്തം തിരിച്ചറിയാൻ. Then conservation of പറയാം. Understanding the principle of conservation. Understanding the principle of conservation. Understanding the principle of conservation. അതായത് എന്താണ്? നമ്പർ അല്ലെ, നമ്പറിന്റെ സ്ഥിരത. കൺസർവേഷൻ ഓഫ് നമ്പേഴ്സ്. ന്യൂമറിക്കൽ ആയിട്ടുള്ള ആ കാര്യങ്ങൾ കുട്ടികളിലെ വികാസം പ്രാപിക്കുന്ന ഒരു കാലഘട്ടമാണ് 7 to 11 years എന്ന് പറയുന്നത്. Then കൺസർവേഷൻ ഓഫ് വോളിയം, വ്യാപ്തം കണ്ടുപിടിക്കാനൊക്കെ കുട്ടികൾ മനസ്സിലാകുന്ന ഒരു കാലഘട്ടം അല്ലേ. വ്യാപ്തം, വോളിയം കണ്ടുപിടിക്കാൻ. കൺസർവേഷൻ ഓഫ് വോളിയം. Then conservation of mass. ഒരു വസ്തുവിന്റെ പിണ്ഡം അല്ലെ, മാസ് കണ്ടെത്തുന്നതിനുള്ള ന്യൂമറിക്കലി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യുന്ന സ്റ്റേജ് ആണ് എന്ത് 7 വയസ്സ് മുതലുള്ള ഒരു കാലഘട്ടത്തില്. എന്താണ്? അണ്ടർസ്റ്റാൻഡിംഗ് ദ പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ. ഏതൊക്കെ എങ്ങനെയൊക്കെ മാത്തമാറ്റിക്കലി ആയിട്ടുള്ള കാൽക്കുലേഷൻസ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നത് ഈ ഒരു സ്റ്റേജസിലാണ്. ഓക്കെ. വോളിയം കാണാനും മാസ് കാണാനും ന്യൂമറിക്കൽ നമ്പേഴ്സിന്റെ മറ്റ് കാൽക്കുലേഷൻസ് ഒക്കെ ഡീൽ ചെയ്യാനൊക്കെ തുടങ്ങുന്നത് ഏത് കാലഘട്ടത്തിലാണ്? ഈ കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജിലാണ്. ഇയർ എന്നാണ്? 7 വയസ്സ് മുതൽ 11 വയസ്സ് വരെയുള്ള കുട്ടികളില്. 7 വയസ്സ് മുതൽ 11 വയസ്സ് വരെയുള്ള കാലഘട്ടമാണ് കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്. Okay. Understanding the principle of conservation. Conservation of numbers. Conservation of volume, conservation of mass. Okay. ഹരണം, ഗുണനം, ഡിവിഷൻ അതൊക്കെ പഠിക്കുന്ന കാലഘട്ടമില്ലേ കുട്ടികളിലെ? അതന്നെ പറയുന്നത് കേട്ടോ. മാത്തമാറ്റിക്കലി ഫുൾ പറഞ്ഞ മാത്തമാറ്റിക്കൽ ഫുൾ കാൽക്കുലേഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ഡെവലപ്പ് ചെയ്യുന്ന സമയമാണ് എന്താ? മൂന്നാമത്തെ 4ാമത്തെ ആ സ്റ്റേജ് ഒന്ന് പറഞ്ഞ ക്ലിയർ ആയില്ല. ഡിഫൈൻ ചെയ്യണ്ട സ്റ്റേജ്. ഡിഫൈൻ ചെയ്യണ്ട അതിന്റെ സ്റ്റേജിന്റെ പേര് പറഞ്ഞാൽ മതി. ഓരോന്ന് പറയാം. ഒന്നാമത്തേത് സെൻസറി മോട്ടോർ സ്റ്റേജ്. രണ്ടാമത്തേത് പ്രീ ഓപ്പറേഷൻ സ്റ്റേജ്. മൂന്നാമത്തേത് കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ്.
ഓക്കെ. കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ് ആണ് നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? മനസ്സിലാവുന്നുണ്ട് മിസ്സേ. അണ്ടർസ്റ്റാൻഡിങ് ഓഫ് പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ, അത് കഴിഞ്ഞിട്ട് എന്തായിരുന്നു? അതിന്റെ താഴെയാണ് വരുന്നത്. അത് എന്തൊക്കെ പ്രിൻസിപ്പിൾ ആണ് കുട്ടി വ്യക്തമായിട്ട് പഠിക്കുന്നത്. എന്താണ്? കൺസർവേഷൻ ഓഫ് നമ്പേഴ്സ് അല്ലെ, സംഖ്യാസ്ഥിരത അല്ലെ, സംഖ്യകൾ എങ്ങനെയൊക്കെ ഡിവൈഡ് ചെയ്യണം, എങ്ങനെ ഡിവിഷൻ ചെയ്യണം, മൾട്ടിപ്ലിക്കേഷൻ, സബ്സ്ട്രാക്ഷൻ, അഡീഷൻ, ഇതൊക്കെയല്ലേ. ഓക്കെ, അതാണ് കൺസർവേഷൻ ഓഫ് നമ്പേഴ്സിൽ വരുന്നത്. ദെൻ കൺസർവേഷൻ ഓഫ് വോളിയം, കൺസർവേഷൻ ഓഫ് വോളിയം വ്യാപ്തം കണ്ടുപിടിക്കാനായിട്ട് അല്ലെ, കൺസർവേഷൻ ഓഫ് വോളിയം. ദെൻ കൺസർവേഷൻ ഓഫ് മാസ്, ഒരു വസ്തുവിന്റെ മാസ് കണ്ടുപിടിക്കാൻ, പിണ്ഡം കണ്ടുപിടിക്കാൻ. മൊത്തത്തിൽ ഇത്രയും മനസ്സിലാക്കാം. മാത്തമാറ്റിക്കലി ആയിട്ടുള്ള എല്ലാ കാൽക്കുലേഷൻസും കുട്ടി പഠിക്കുന്ന ഒരു കാലഘട്ടം, ആ വികസനങ്ങൾ ഉണ്ടാവുന്ന ഒരു സമയമാണ് കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ് എന്ന് പറയുന്നത് കേട്ടോ. ഒരു ബേസ് സ്റ്റാർട്ട് ചെയ്യണേ, ഡിവിഷൻ സബ്സ്ട്രാക്ഷൻ ഒക്കെ കുട്ടികളിൽ പഠിച്ചു തുടങ്ങുന്ന ഒരു സമയമാണത്. ഒരു 11 വയസ്സിനുള്ളിൽ കുട്ടികൾ ഈ കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ? ഓക്കെ, അതിൽ തന്നെ വരുന്ന ഒരു കാറ്റഗറിയാണ് എന്ത്? സീരിയേഷൻ ആൻഡ് ക്ലാസിഫിക്കേഷൻ. സീരിയേഷൻ, സീരിയൽ, SERIATION, സീരിയേഷൻ, SERIATION, സീരിയേഷൻ ആൻഡ് ക്ലാസിഫിക്കേഷൻ, സീരിയേഷൻ ആൻഡ് ക്ലാസിഫിക്കേഷൻ. എന്താണ് സീരിയേഷൻ? ശ്രേണി, ശ്രേണി, സീരിയൽ നമ്പേഴ്സ് കേട്ടിട്ടില്ലേ? സീരിയൽസ്, കുട്ടികൾ സീരിയൽ നമ്പേഴ്സ് ഒക്കെ പഠിപ്പിച്ചിട്ടില്ലേ നമ്മള്? ക്ലാസിഫിക്കേഷൻ എന്താണ്? തരം തിരിക്കാനുള്ള ഒരു കഴിവ് അല്ലേ? ശ്രേണി തിരിവും അതുപോലെ തന്നെ ക്ലാസിഫൈ ചെയ്യാനായിട്ട്, സ്പെസിഫൈ ചെയ്ത് ക്ലാസിഫിക്കേഷൻ, തരം തിരിക്കാനും കുട്ടികളിലൊക്കെ തരം തിരിക്കാൻ കഴിയുന്ന ഒരു കാലഘട്ടമാണ് എന്ത്? കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജസിൽ വരുന്നത്. സീരിയേഷൻ ആൻഡ് ക്ലാസിഫിക്കേഷൻ, ശ്രേണീകരണത്തിനും തരം തിരിക്കാനുമുള്ള കഴിവ് കുട്ടികളിൽ രൂപപ്പെടുന്ന കാലഘട്ടമാണ് കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ്. ശ്രേണീകരണത്തിനും തരം തിരിക്കാനുമുള്ള കഴിവ് രൂപപ്പെടുന്ന കാലഘട്ടമാണ് എന്ത്? കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ്. സീരിയേഷൻ ആൻഡ് ക്ലാസിഫിക്കേഷൻ, സീരിയേഷൻ ആൻഡ് ക്ലാസിഫിക്കേഷൻ. ഓക്കെ, ഇനി ഈ കാലഘട്ടത്തിലെ മറ്റൊരു പ്രത്യേകതയാണ് കുട്ടികളിലെ എന്താണ്? റിവൈസബിലിറ്റി ഓഫ് തോട്ട്, റിവൈസബിലിറ്റി ഓഫ് തോട്ട്, റിവൈസബിലിറ്റി, റിവൈസബിലിറ്റി, റിവൈസ് ചെയ്യുക, റിവൈസബിലിറ്റി, REVESIBLITY, റിവൈസബിലിറ്റി, റിവൈസബിലിറ്റി ഓഫ് തോട്ട്, റിവൈസബിലിറ്റി ഓഫ് തോട്ട്. എന്താണ്? പ്രത്യാവർത്തന ചിന്ത, പ്രത്യാവർത്തന ചിന്ത. എന്താണ് റിവൈസബിലിറ്റി ഓഫ് തോട്ട് എന്ന് പറഞ്ഞാൽ? നിങ്ങൾക്ക് എന്താ മനസ്സിലാവുന്നത്? ഈ 7 വയസ്സ് മുതൽ 11 വയസ്സുള്ള കുട്ടികളിൽ എന്ത് റിവൈസബിലിറ്റി ഉണ്ടാവാനാണ്? ഉണ്ടാകുമോ? കഴിഞ്ഞുപോയത് ഓർത്തെടുക്കാനുള്ള കഴിവാണോ? വെരി ഗുഡ്. ആരാണ് പറഞ്ഞത്? ദിവ്യ. ദിവ്യ, വെരി ഗുഡ്. എബിലിറ്റി ടു തിങ്ക് ബാക്ക്വേർഡ് അല്ലെ, പഴയ കാലഘട്ടത്തിലേക്ക് ചിന്തിക്കാനായിട്ടുള്ള ഒരു കഴിവ്. എബിലിറ്റി ടു തിങ്ക് ബാക്ക്വേർഡ് ആൻഡ് ഫോർവേഡ് അല്ലെ. അതായത് പാസ്റ്റിലും പ്രസന്റിലും ഫ്യൂച്ചറൊക്കെ ചിന്തിക്കാനായിട്ട് കുട്ടികൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് എന്ത്? കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ് എന്ന് പറയുന്നത്. എബിലിറ്റി ടു തിങ്ക് ബാക്ക്വേർഡ് ആൻഡ് ഫോർവേഡ്, എബിലിറ്റി ടു തിങ്ക് ബാക്ക്വേർഡ് ആൻഡ് ഫോർവേഡ്, മുന്നിലേക്കും പിന്നിലേക്കും ഒക്കെ ചിന്തിക്കാനായിട്ട് കുഞ്ഞ് ആരംഭിക്കുന്ന ഒരു കാലഘട്ടമാണ് 7 വയസ്സ് മുതൽ 11 വയസ്സ് വരെയുള്ള കാലഘട്ടത്തില്. അതായത് പാസ്റ്റിനെ കുറിച്ചും പ്രസന്റിനെ കുറിച്ചും ഫ്യൂച്ചറിനെ കുറിച്ചൊക്കെ കുഞ്ഞ് ചിന്തിച്ചു തുടങ്ങുന്ന ഒരു കാലഘട്ടമാണ് എന്ത്? ഈ ഒരു കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ് അഥവാ മൂർത്ത മനോവ്യാപാരഘട്ടം.
അതായത് കാലഘട്ടങ്ങളെ മുന്നിലോട്ടും പിന്നിലോട്ടും കുഞ്ഞിന് ചിന്തിച്ച് മനസ്സിലാക്കാനുള്ളൊരു എബിലിറ്റി തുടങ്ങുന്ന ഒരു കാലഘട്ടമാണ് ഈ ഒരു സ്റ്റേജില്. 7 വയസ്സ് മുതൽ 11 വയസ്സ് വരെയുള്ള കാലഘട്ടം. റിവൈസബിലിറ്റി ഓഫ് തോട്ട്. റിവൈസബിലിറ്റി ഓഫ് തോട്ട് എന്താണ്? എബിലിറ്റി ടു തിങ്ക് ബാക്ക്വേർഡ് ആൻഡ് ഫോർവേഡ്. എബിലിറ്റി ടു തിങ്ക് ബാക്ക്വേർഡ് ആൻഡ് ഫോർവേഡ്. അതായത് കുട്ടി റിയാലിറ്റിയിലേക്ക് കിടക്കുന്ന ഒരു കാലഘട്ടമാണ് അല്ലെ. ആ ഒരു സ്റ്റേജ് മുതൽ കുട്ടികൾക്ക് എന്താണ് റിയാലിറ്റി മനസ്സിലാക്കി തുടങ്ങുന്ന ഒരു കാലഘട്ടമാണ് 7 വയസ്സ് മുതൽ 11 വയസ്സ് വരെ എന്ന് പറയുന്നത് അല്ലെ. കുട്ടി യാഥാർത്ഥ്യത്തിലേക്ക് കടക്കുന്ന ഒരു കാലഘട്ടമാണ് എന്ത്? കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ് എന്ന് പറയുന്നത്. ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ അത് കിടക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. ഓക്കെ, എന്തൊക്കെയാണ് ഇനി ഒരു സ്റ്റേജ് കൂടി പറഞ്ഞിട്ട് അത് കംപ്ലീറ്റ് ചെയ്യാം. ലാസ്റ്റ് 4ാമത്തെ സ്റ്റേജ് ആണ് ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. ലാസ്റ്റ് സ്റ്റേജ് ആണ് ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്? ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. അബ്സ്ട്രാക്ട് തിങ്കിങ് സിസ്റ്റമാറ്റിക് ആയിട്ട് കുഞ്ഞിനെ തിങ്ക് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സമയം. സിസ്റ്റമാറ്റിക് ആയിട്ട് കുഞ്ഞിന് തിങ്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു സമയമാണ് അബ്സ്ട്രാക്ട് തിങ്കിങ്. ദെൻ പ്രോബ്ലം സോൾവിങ്, പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ടുള്ള ഒരു എബിലിറ്റി ഉണ്ടാകുന്നു. ടു സോൾവ് പ്രോബ്ലം സോൾവിങ് കപ്പാസിറ്റി, കുട്ടികളിലെ പ്രശ്ന പരിഹാരത്തിനുള്ള ഒരു എബിലിറ്റി ഉണ്ടാവുന്ന കാലഘട്ടമാണ് എന്ത്? ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. പ്രോബ്ലം സോൾവിങ് സ്റ്റേജ് എന്ന് പറയുന്നത് ഏതാണപ്പോ? ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ് ആണ്. സിസ്റ്റമാറ്റിക് അപ്രോച്ചസിലൂടെ കുട്ടികളിലെ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് അവര് അത്തരത്തിലുള്ള ചിന്ത, അത്തരത്തില് ഭൗതികമായിട്ട് ഇന്റലക്ച്വൽ ആയിട്ട് കുഞ്ഞ് ചിന്തിക്കാൻ തുടങ്ങുന്ന കാലഘട്ടമാണ് എന്ത്? 11 years to above അല്ലെ. 11 വയസ്സ് മുതൽ അങ്ങോട്ട് മുകളിലേക്കുള്ള ഒരു കാലഘട്ടം. 11 years to above ആണ് എന്ത്? ഓപ്പറേഷണൽ ലാംഗ്വേജ് ഡെവലപ്മെന്റ് കൂടൂലേ മാം ഈ കാലഘട്ടത്തിൽ? എന്താണ്? ലാംഗ്വേജ് ഡെവലപ്മെന്റ് എല്ലാം കൂടൂലേന്ന്. ലാംഗ്വേജ് ഡെവലപ്മെന്റ് പറഞ്ഞോളൂ. തുടർച്ചയായിട്ട് യെസ്, ലാംഗ്വേജ് ഡെവലപ്മെന്റ് കൂടുതലായിട്ട് ഡെവലപ്പ് ചെയ്യുന്ന ഒരു കാലഘട്ടം. ഓക്കെ, അബ്സ്ട്രാക്ട് തിങ്കിങ് ഉണ്ട്, പ്രോബ്ലം സോൾവിങ് ഉണ്ട്, സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു പ്രശ്നത്തെ കുട്ടിക്ക് പരിഹരിക്കാൻ കഴിയുന്ന ഒരു കാലഘട്ടമാണ് ഈ 11 വയസ്സ് എബവ് കേട്ടോ. 11 years എബവ് എന്ന് പറയുന്നത്. പിന്നെ എന്തുണ്ടാവുന്നു? ഇനി പല ആംഗിളിലൂടെയൊക്കെ ചിന്തിക്കാൻ തുടങ്ങുന്ന ഒരു കാലഘട്ടം അല്ലെ. റിയാലിറ്റിയിലേക്ക് കുഞ്ഞ് കടന്നു വന്നു അല്ലെ. പിന്നെ പല ആംഗിളിലേക്ക്, പല വശത്തിലൂടെ അവന് ചിന്തിക്കാനായിട്ട് ആരംഭിക്കുന്നു. അബ്സ്ട്രാക്ട് ആയിട്ട് കുഞ്ഞ് ചിന്തിക്കാനായിട്ട് ആരംഭിക്കുന്ന കാലഘട്ടം. Then social concern, morality, self-concept, etc. Social, പറയോ? social, ഒന്നുകൂടി പറയോ? social concern, morality, self-concept. എന്താണ്? കുട്ടികളെ സോഷ്യലായിട്ടും അതുപോലെ തന്നെ എന്താണ് മറ്റുള്ളവരിൽ കൺസേൺ കിട്ടുന്നതും അതുപോലെ തന്നെ മോറൽ ആയിട്ടുള്ള വാല്യൂസ്, പിന്നെ അവർക്ക് സ്വന്തമായിട്ടൊരു ചിന്ത, സെൽഫ് കോൺസെപ്റ്റ് ഒക്കെ ഉണ്ടാകുന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഏതാണ്? ഏത് കാലഘട്ടമാണ്? ഈ ഫോർമൽ ഓപ്പറേഷൻ. മൊറാലിറ്റിനെ കുറിച്ച് ചിന്തിക്കുന്നു. അവർക്ക് സ്വന്തമായിട്ട് അവരുടെ വ്യക്തിത്വത്തെ കുറിച്ചൊക്കെ ചിന്തിക്കാൻ കഴിയുന്ന ഒരു പ്രായം ഈ 11 വയസ്സ് മുതൽ അങ്ങോട്ട് മുകളിലേക്കുള്ള ഒരു പ്രായത്തിലാണ്. സോഷ്യൽ കൺസേൺ പിന്നെന്താ പറഞ്ഞേ? സോഷ്യൽ കൺസേൺ, മൊറാലിറ്റി, പിന്നെത്താ കിട്ടിയില്ലേ? സെൽഫ് കോൺസെപ്റ്റ് എക്സെട്ര. ഓക്കെ, അതായത് സ്വയം ചിന്തിക്കാനാണ്.
അതായത് കുട്ടിക്ക് പല ആംഗിളിലൂടെ തന്നെ പ്രശ്നങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ നോക്കി കാണാൻ പറ്റുന്ന ഒരു കാലഘട്ടമാണിത്. 11 വയസ്സ് മുതൽ അങ്ങോട്ടുള്ള കാലഘട്ടം. ഇപ്പൊ നമ്മളുടെ കുട്ടികളെ തന്നെ ആലോചിക്കണമെന്നില്ല. നിങ്ങൾ കടന്നുപോയ സിറ്റുവേഷൻസിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ, ചിന്തിക്കാൻ പറ്റുന്നതാണെങ്കിൽ നമുക്ക് കടന്നുപോയ സിറ്റുവേഷൻസ് അറിയാൻ പറ്റും അല്ലെ. നമ്മൾ ആ ഒരു പ്രായത്തിൽ എങ്ങനെയായിരുന്നു, ആ ഒരു കൗമാരഘട്ടത്തിലേക്ക് എത്തുന്ന ടൈമിൽ നമ്മളിൽ എന്താണ് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലേ. നമ്മൾ സ്വയം ഒറ്റയ്ക്ക് ചിന്തിക്കാനോ ഓരോ പ്രശ്നങ്ങൾ പരിഹരിക്കാനൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ഒരു സമയം. അത് നമ്മളിൽ തന്നെ ഉണ്ടായ ഒരു കാര്യങ്ങളാണ് അല്ലെ. നമ്മൾ സ്വയം ആർജിച്ചത് നമ്മൾക്ക് ഇന്റലക്ച്വലി ഉണ്ടായ ഡെവലപ്മെന്റ് മൂലമാണ് നമ്മൾ ഒരു പ്രശ്നം വരുമ്പോൾ അതിനെ പരിഹരിക്കാനായിട്ട് അല്ലെ, പ്രോബ്ലം സോൾവിംഗ് മെത്തേഡ് നമ്മൾ സ്വീകരിക്കുന്നത്. ഒരു പ്രശ്നം ഉണ്ടായാൽ അത് എങ്ങനെ സോൾവ് ചെയ്യാന്നൊക്കെ ചിന്തിക്കാൻ കഴിയുന്ന എന്താണ്, നമ്മളുടെ ഇന്റലക്ച്വലി നമ്മൾ ഡെവലപ്ഡ് ആയതുകൊണ്ടാണ് നമ്മളുടെ അത്തരത്തിലൊരു കഴിവ് ഉണ്ടാവുന്നത്. ഓക്കെ, ഏതൊക്കെയാണ് 4 സ്റ്റേജസ് ബിയാഷയുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിന്റെ 4 സ്റ്റേജ്, ഇന്റലക്ച്വൽ ഡെവലപ്മെന്റിന്റെ 4 സ്റ്റേജസ് ഏതൊക്കെയാണ്? സെൻസറി മോട്ടോർ സ്റ്റേജ്, പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്, കംപ്ലീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്, ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജ്. സെൻസറി മോട്ടോർ സ്റ്റേജ് അല്ലേ, ഇന്ദ്രിയ ചാലഘട്ടം. ഏത് വയസ്സ് മുതൽ ഏത് വയസ്സ് വരെയാണ്? ബർത്ത് ടു ആ ഒരു കാലഘട്ടത്തിൽ കുട്ടികൾ എന്തൊക്കെ വ്യത്യാസങ്ങളാണ് ഉണ്ടാവുന്നത്? സെൻസ് ഉപയോഗിച്ച് ആക്ഷൻസ് ചെയ്യാൻ പറ്റുന്നു, ഒബ്ജക്റ്റിനെ തിരിച്ചറിയാം, ആക്ഷൻസ് ആക്ടിവിറ്റി ഒക്കെ ഈ ടൈമിലാണ് ഓക്കെ, പ്രീ ഓപ്പറേഷൻ സ്റ്റേജ് 2 to 7 years. ലാംഗ്വേജ് ലാംഗ്വേജ് ഡെവലപ്മെന്റ്, മെന്റൽ ഇമേജസ്, സിംബോളിക് അനിമിസം. ഇതാണ് പ്രീ ഓപ്പറേഷൻ സ്റ്റേജ്. ആരും മിണ്ടൂല കേട്ടോ. മനോവ്യാപാര ഘട്ടത്തില് ഘട്ടത്തില് കുട്ടികൾ സംസാരിക്കാൻ തുടങ്ങുന്നു. ഓരോ ചിത്രങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ തിരിച്ചറിയാനും പിന്നെ ജീവനില്ലാത്ത വസ്തുക്കള് ജീവനുണ്ടെന്ന് കരുതുന്ന അങ്ങനെ പിന്നെ ഭാഷാ പ്രവർത്തനം നടത്തുന്ന കാലഘട്ടം. ലാംഗ്വേജ് ഡെവലപ്മെന്റ് ഉണ്ടാവുന്നു, സിംബോളിക് ആക്ടിവിറ്റീസ് സ്റ്റാർട്ട് ചെയ്യുന്നു, വൊക്കാബുലറി മെന്റൽ ഇമേജ്, പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്, ഒബ്സർവേഷൻ ഓഫ് വോളിയം. മൂന്നാമത്തെ ഘട്ടം പറഞ്ഞേ. കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് 7 years to 11 years. ലോജിക്കലായിട്ട് ചിന്തിക്കാനുള്ള കഴിവുണ്ടാകുന്നു. പിന്നെ ഒരു കാര്യത്തിന്റെ അർത്ഥം മനസ്സിലാക്കി പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് അവര് കേട്ടോ. ഇൻഡക്റ്റീവ് ഡിഡക്റ്റീവ് റീസണിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? കുട്ടിക്ക് ഒരു ബുദ്ധിപരമായിട്ട് ചിന്തിക്കാനും അതിന്റെ അർത്ഥം മനസ്സിലാക്കാനും സാധിക്കുന്നതാണ് ഇൻഡക്റ്റീവ് ഡിഡക്റ്റീവ് റീസണിംഗ് എന്ന് പറയുന്നത് കേട്ടോ. റീസണിംഗ്, അണ്ടർസ്റ്റാൻഡിംഗ് ദ പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ. ഏതൊക്കെ പ്രിൻസിപ്പിൾ ആണ്? കൺസർവേഷൻ ഓഫ് നമ്പർ, ഓഫ് മാസ്, വോളിയം, മാസ്. നെക്സ്റ്റ് വേരിയേഷൻ ആൻഡ് ക്ലാസിഫിക്കേഷൻ. ശ്രേണി തിരിവും അതുപോലെ തന്നെ എന്താണ് തരംതിരിക്കാനൊക്കെ പഠിക്കുന്നു. പിന്നെ റിവൈസബിൾ ഓഫ് തോട്ട്, പാസ്റ്റ് പ്രസന്റ് ഫ്യൂച്ചർ ഒക്കെ ചിന്തിക്കാൻ ഈ പീരീഡിലാണ് തുടങ്ങുന്നത്. Ability to backward and forward. Okay. Then formal operation stage എന്താണ്? അബ്സ്ട്രാക്ട് തിങ്കിങ്, അബ്സ്ട്രാക്റ്റ് ആയിട്ട് ചിന്തിക്കാനും പ്രോബ്ലം സോൾവ് ചെയ്യാനും തുടങ്ങുന്നത് ഈ ടൈമിലാണ്. പല വശത്തിലൂടെ ചിന്തിക്കാൻ തുടങ്ങുന്നു. സോഷ്യൽ കൺസേൺ, മൊറാലിറ്റി, സെൽഫ് കോൺസെപ്റ്റ്. ഓക്കെ, 4 സ്റ്റേജസ് ക്ലിയർ ആണോ? മാം, അതായത് ഒരു കാര്യം നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത് പറഞ്ഞോ. അത് അനലൈസ്, ഒരു കാര്യം നമ്മൾ ഒബ്സർവ് ചെയ്ത് അത് അനലൈസ് ചെയ്ത് നമ്മൾ ഒരു ഫൈനൽ തീരുമാനം എത്തുന്ന ഒരു സംഭവം. കൗമാര കാലഘട്ടത്തിൽ ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജ് എടുക്കുന്ന ഒരു സിറ്റുവേഷൻ അല്ലെ.
ഓക്കെ 4 സ്റ്റേജും ക്ലിയർ ആണോ നിങ്ങൾക്ക് റിയാക്ഷയുടെ? ക്ലിയർ ആണ്. ഓക്കെ മിസ്. പക്ഷെ നിങ്ങൾക്ക് പഠിക്കാൻ കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ് മാത്രമേ ഉള്ളൂ കേട്ടോ. ആ തിയറി പഠിപ്പിച്ചു തന്നേ ഉള്ളൂ. കാര്യങ്ങൾ മനസ്സിലായോ? എങ്ങനെയാണ് ഒരു തിയറിയിൽ ഉൾപ്പെടുന്നത് എങ്ങനെയാണെന്ന്? മനസ്സിലായി. ഓക്കെ, ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. താങ്ക് യു. താങ്ക് യു മിസ്. താങ്ക് യു മിസ്.